ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഫെബ് 6 വ്യാഴാഴ്ചയാണ്. നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്, വീക്ക്ലി. അതുകൂടാതെ നാളെ റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മോസ്റ്റ് പ്രോബബിളി ഇന്ന് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നാളെ മോണിറ്ററി പോളിസി ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പം വൈൽഡായിട്ടും മുകളിലോട്ട് താഴോട്ടും ഒരു സ്വിം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച റിസർവ് ബാങ്കിന്റെ പോളിസിയിൽ ഒരു 0.25% അല്ലെങ്കിൽ 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് അതിനെ എങ്ങനെയാണ് എടുക്കണം എന്നുള്ളത് നമുക്ക് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ആയിരിക്കണം ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പോളിസി ഡേ അടുത്ത് വരുമ്പോഴത്തേനൊക്കെ മാർക്കറ്റിൽ ഒരു വൈൽഡായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇന്നിപ്പോൾ നിങ്ങൾ മോർണിംഗിൽ ട്രേഡ് എടുക്കാവുള്ളൂ. കഴിവതും ഇന്ന് മോർണിംഗ് ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് മാത്രം ഇന്ന് ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് ഓപ്പണിങ്ങിൽ ചാടിക്കയറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഇന്നിപ്പം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിൽ എൻ്റർ ചെയ്താൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, ഇന്നലെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിഫ്റ്റി അതിന്റെ PDHന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിഫ്റ്റിക്ക് ആ ഒരു 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പോലും ഇന്നലെ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു. പക്ഷെ എന്നാലും അതിനുശേഷം വീണ്ടും പലതവണ ഇന്നലത്തെ PDCയിൽ അതിന് സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു. PDCയും ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ചെറിയ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ഒരു ചെറിയ നാരോ റേഞ്ചിലായിരുന്നു ഇന്നലെ നിഫ്റ്റി മുഴുവനും എൻഡ് ഓഫ് ദി ഡേ വരെയും നിഫ്റ്റി പൊക്കോണ്ടിരുന്നത്. അതിനുശേഷം 3 മണിയായപ്പോഴത്തേനും ഒരു ബ്രേക്ക് ഡൗൺ പെട്ടെന്നുണ്ടായി. അതിനുശേഷം അവസാനത്തെ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയ ക്യാൻഡലുകൾ ഈ ഒരു റെഡ് ക്യാൻഡലിന്റെ ലോയിൽ ഫോം ചെയ്ത് അവസാനം 3:25 ക്യാൻഡല് വീണ്ടും ഒരു റെഡ് ക്യാൻഡലോട് കൂടി ഇന്നലെ നിഫ്റ്റി ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം ഇന്ന് നമുക്ക് ഇതിന്റെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് സിനാരിയോസ് നമുക്ക് നോക്കാം. ഇന്നിപ്പോ നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് ഈ PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു റെസിസ്റ്റൻസ്, അതായത് സാറ്റർഡേ ഫെബ് 1-ാം തീയതി ബഡ്ജറ്റ് ഡേ അന്ന് ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി പോയിട്ടുള്ളത്. അപ്പോഴത്തേനും അവിടെ ആ ലെവലിൽ വീണ്ടും ഒരു ദിവസം, അതായത് ഫെബ് 4-ാം തീയതി സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ PDCക്ക് താഴെയാണ് ഈ ഒരു ലെവലിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ചാടിക്കയറി നിങ്ങൾ ഒരു എൻട്രി എടുക്കരുത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നുള്ളത് മാത്രം നോക്കിയിട്ട് മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. ഇതിന് ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ലെവല്, അതായത് ഫെബ് 4-ന്റെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ ലെവല് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫോള് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ടുകൾ നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചാടിക്കറി ഉടനെ മേടിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചിലപ്പോൾ നിഫ്റ്റി ഇങ്ങനെ ഒരു 1 വേ ഫോള് സംഭവിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് പുട്ടില് വലിയൊരു പ്രീമിയം ഒരു ഇൻക്രീസ് ചിലപ്പോൾ ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നിഫ്റ്റി പിന്നെ ഈ ഒരു ലെവലുണ്ട്, അതായത് 23,575 എന്ന് പറയുന്ന ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫെബ് 4-ലെ ലോ വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഒരു നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇന്ന് താഴോട്ട്, അതായത് PDCക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നിങ്ങളുടെ ട്രേഡുകളെ പ്ലാൻ ചെയ്യുക. ഇനി PDCക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഈ PDCക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് PDH റെസിസ്റ്റൻസ് ആയിട്ട് കിടപ്പുണ്ട്. അതുകൂടാതെ നിഫ്റ്റി, നമുക്കിപ്പം നിഫ്റ്റി നോക്കാം. ഇപ്പൊ നമുക്കിപ്പോ നിഫ്റ്റിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പൊ, അതായത് ഈ 855-ന് 853 ആയിപ്പോ 23,808 23,810 കൂട്ടിക്കും. അതായത് ഇപ്പൊ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 23,810 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്ന് നിഫ്റ്റി ഇപ്പം ആ ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഏകദേശം ഒരു ഈ ലെവൽ വരും. അതായത് നിഫ്റ്റിയുടെ ഇന്നലത്തെ PDHന് മുകളിലാണ് ആ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു PDHൽ ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
മിക്കവാറും അത് PDC വരെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ നിങ്ങൾ, അതായത് PDH-ലാണ് കൃത്യം ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതൊരു റിജക്ഷൻ ലെവലായിരുന്നു ഇന്നലത്തെ. അപ്പൊ അതുകൊണ്ട് ഒരു 15 മിനിറ്റെങ്കിലും ഒരു വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ മുകളിലോട്ടുള്ള ഒരു എൻട്രി എടുക്കരുത്, ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യരുത്. അതുകൂടാതെ ഗിഫ്റ്റ് നിഫ്റ്റി, അതായത് 23,870 എന്ന് പറയുന്നത്, നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട്, ഇന്നലത്തെ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഇത് 4:30 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വെനസ്ഡേയുടെ ക്യാൻഡിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ലെവലിൽ നിന്നും അടുത്തത് പിന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ട്, അതായത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ്, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 23,748 ആയിരുന്നു. അവിടെ നിന്ന് 23,870, ഏകദേശം 130 പോയിന്റോളം അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ള സെല്ലിങ് നടന്നു. വീണ്ടും ആ ലെവൽ എവിടെയാണോ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ ആ ലെവലിൽ തന്നെ വന്ന് അത് ക്ലോസ് ചെയ്തു. അപ്പം ഈ ലെവൽ എന്ന് പറയുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ 23,873 പറഞ്ഞ ലെവലാണ്. ഇത് ഇവിടെ 2 തവണ ഈ ലെവല് ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ലെവല് ഞാൻ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പം ഇതാണ് ആ ലെവൽ എന്ന് പറയുന്നത് 23,873 എന്ന് വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചാർട്ടില് ഈ ഒരു 23,873 പറഞ്ഞ ലെവലും കൂടെ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്തോണം. ഇൻ കേസ് PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലെവല് ചിലപ്പോൾ ഒരു സിവിയർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിച്ചെങ്കിലും ചിലപ്പം ഒരു പ്രീമിയത്തിനകത്ത് ഒരു വലിയൊരു സ്പൈക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പൊ ഈ ലെവലുകൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അല്ലാതെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് ഇല്ലാതെ ഒരിക്കലും നമുക്കിപ്പം ഇവിടെ മേളിലോ ഇപ്പൊ PDH-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷാർപ്പായിട്ട് പെട്ടെന്ന് കയറിപ്പോകും നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്, നിങ്ങൾ ഒരു ലെവലുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ ലെവലുകൾ അവിടെ വരുമ്പോഴത്തേനും അത് സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് എടുക്കുകയാണോ എന്നുള്ളത് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് പ്രകാരം നിങ്ങൾ നോക്കിയിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാവുള്ളൂ. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ഒരു ഇന്നലെ ഒരു ഡേ ഫുള്ള് തന്നെ ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിന്ന ഒരു ഡേ ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഇന്നിപ്പം ഈ ഒരു സെയിം പ്രൈസ് ആക്ഷൻ തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ PDL-ന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് സാറ്റർഡേയിലെ ഹൈയുടെ മുകളിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.